റിഫ്ലക്സ് ടെക് വേൾഡിലേക്ക് എല്ലാ പ്രിയ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു ബ്യൂട്ടി പാർലറിലേക്കാണ് ആംപ്ലിഫയർ ചെയ്തിരിക്കുന്നത്. അതായത് 2 ഫ്ലോറുള്ള ഒരു ബ്യൂട്ടി പാർലറാണ്. നമ്മൾ മുൻപും ചെയ്തിട്ടുണ്ട്, ആലുവയിലാണ് അന്ന് ചെയ്തത്. അതായത് ട്രൈബ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്യൂട്ടി പാർലറാണ്. ഇതിപ്പോൾ നമുക്ക് കോഴിക്കോട് അവർ പുതിയ സ്ഥാപനം തുടങ്ങുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് വേണ്ടി 2 നിലയിലേക്ക് വേണ്ടി 2 രീതിയിലുള്ള ആംപ്ലിഫയർ, 2 രീതിയിലുള്ള സ്പീക്കറുകളൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. ഇപ്പോൾ നമ്മൾ ഒരു ആംപ്ലിഫയർ എടുത്തിരിക്കുന്നത് 8 സ്പീക്കർ, അതായത് 3 ഇഞ്ച് വരാവുന്ന 8 സ്പീക്കർ, അവാർഡിൻ്റെ സ്പീക്കർ വെച്ചിട്ടുള്ള 2-വേ ബോക്സാണ് നമ്മൾ ഇതിനകത്ത് എടുത്തിരിക്കുന്നത്. അങ്ങനത്തെ 8 സ്പീക്കറും 2 സബ് വൂഫറാണ് എടുത്തിരിക്കുന്നത്. അതായത് നമ്മൾ ക്ലോസ്ഡ് ആയിട്ടുള്ള 8 ഇഞ്ച് വെച്ചിട്ടുള്ള അവാർഡിൻ്റെ തന്നെ 8 ഇഞ്ച് വെച്ചിട്ടുള്ള 2 സബ് വൂഫറും കൂടി നമ്മൾ ഒരു നിലയിലേക്കാണ്, അതായത് 8 ചാനലും 2 സബ് വൂഫറാണ് നമ്മൾ ഒരു ഫ്ലോറിലേക്ക് കൊടുക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഫസ്റ്റ് ഫ്ലോർ വരുന്നതാണ് ഇതിനകത്ത് 10 സ്പീക്കർ, അതായത് 10 സ്പീക്കർ എന്ന് പറഞ്ഞാൽ നമ്മൾ സീലിംഗ് സ്പീക്കറാണ് ഉപയോഗിക്കുന്നത്. ഇതുപോലെയുള്ള 6 ഇഞ്ച് വരാവുന്ന സീലിംഗ് സ്പീക്കർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. ആ ഭാഗത്ത് സബ് വൂഫർ വേണ്ടെന്ന് പറഞ്ഞ കാരണമാണ് നമ്മൾ 6 ഇഞ്ച് സീലിംഗ് സ്പീക്കർ മാത്രമാണ് ഉപയോഗിക്കുന്നത്. 10 ചാനലാണെന്ന് മാത്രം. അങ്ങനെ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ആംപ്ലിഫയറും ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ആംപ്ലിഫയർ ചെയ്തിരിക്കുന്നത്, ആംപ്ലിഫയറിൽ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് സബ് വൂഫറിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന IRF 240, 940 ആണ്. 2 പെയർ ഉപയോഗിച്ച് 2 സബ് വൂഫറിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. 8 ചാനലിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത് TDA 2030 ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അങ്ങനെ 8 ചാനലും 2 സബ് വൂഫറാണ് ഒരു ആംപ്ലിഫയറിൽ ചെയ്തിരിക്കുന്നത്. കൂടെ തന്നെ നമ്മൾ 2 മൈക്കും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അതായത് അവർക്ക് മൈക്കിന്റെ പർപ്പസും കൂടി വേണമെന്ന് പറഞ്ഞാൽ നമ്മൾ 2 മൈക്ക് കുത്താവുന്ന ഒരു ഓപ്ഷനും കൂടി ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അടുത്ത ആംപ്ലിഫയറിൽ ഉപയോഗിച്ചിരിക്കുന്നത് നമ്മൾ സീലിംഗ് സ്പീക്കറിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന ആംപ്ലിഫയറിൽ ഉപയോഗിച്ചിരിക്കുന്നത് TDA 2030 തന്നെയാണ്. അതിനകത്ത് 10 ചാനൽ ഉപയോഗിച്ചിട്ടുണ്ട്. അതായത് 10 സ്പീക്കറിന് വേണ്ടിയിട്ട് 10 ചാനലാണ് നമ്മൾ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ ഈ ആംപ്ലിഫയർ ഫിറ്റിങ്ങും മറ്റുള്ള വീഡിയോകൾ, അവിടെ ചെന്നിട്ടുള്ള വീഡിയോകളൊക്കെ നമുക്ക് എടുക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ മിക്കവാറും ഞാനൊരു ഷോർട്സിലോ അല്ലെങ്കിൽ ചെറിയൊരു വീഡിയോ ആയിട്ട് പിന്നീട് ചെയ്യാം. നമ്മൾ കൊടുത്തിരിക്കുന്നത് ഈ 4 ചെറിയ സ്പീക്കറിലും 2 8 ഇഞ്ച് സബ് വൂഫറിലാണ് കൊടുത്തിരിക്കുന്നത്. സബ് വൂഫറുള്ള ആംപ്ലിഫയർ ആണ് ഇപ്പോൾ ലോഡ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം.
ഇതുപോലെയുള്ള ആംപ്ലിഫയറുകളും കാര്യങ്ങളൊക്കെ നമുക്ക് കടകളിലേക്കും അതുപോലെ തന്നെ വീടുകളിലേക്കൊക്കെ ചെയ്യാറുണ്ട്. കടകളിലേക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഈ രീതിയിലാണ് സബ്വൂഫറിൻ്റെ ബോക്സും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നത്. കുറച്ചും കൂടി ചെറിയ സ്പീക്കറും അതുപോലെ തന്നെ സീലിംഗ് സ്പീക്കർ വിത്ത് സബ്വൂഫർ, ഇതുപോലുള്ള ചെറിയ സ്പീക്കർ നമ്മൾ സബ്വൂഫർ ഉപയോഗിക്കാറുണ്ട്. നമ്മൾ 12 ഇഞ്ചൊന്നും ഉപയോഗിക്കാറില്ല, 6 ഇഞ്ചിലും 8 ഇഞ്ചിലും വരാവുന്ന സബ്വൂഫറുകളാണ് അതിനകത്ത് ഉപയോഗിക്കുന്നത്. ആംപ്ലിഫയറും ആ രീതിയിലുള്ള ആംപ്ലിഫയറുകളാണ് ഉപയോഗിക്കുന്നത്. പിന്നെ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് നിങ്ങൾ കോൾ വിളിക്കാൻ നോക്കുക. ഇത്രയൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോസിലുള്ള. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവുകയാണെങ്കിൽ അതുപോലെ തന്നെ ഉപകാരപ്പെടുകയാണെങ്കിലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. കൂടാതെ സബ്സ്ക്രൈബ് കൂടി ചെയ്യാനും ഓർക്കുക. ആ സബ്സ്ക്രൈബ് ബട്ടന് തൊട്ടടുത്ത് തന്നെ ഒരു ബെല്ലൈക്കൺ കാണാം. അത് അമർത്തിയാലും നമ്മുടെ ചാനലിൽ വരുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുകയുള്ളൂ. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.